നാണു, നാണു. വിളക്കും വെട്ടോ ഒന്നും കണ്ടില്ല. ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി പോരുന്നതും കണ്ടു. ഇവിടെ ഈ എഴയുന്ന വർഗങ്ങളുള്ള സൂക്ഷിക്കണം. എന്നെ കടിച്ച പാമ്പിയാകേ ഉള്ളൂ. അതെങ്ങനെ? അങ്ങനെ. ആ, ഇവരാവുന്നവരിക്കെ. എന്റെ പേര് ഇതാര് പറഞ്ഞു തന്നു? അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. തൊട്ടയിലൊക്കെ അല്ലേ, വന്ന ഉടനെ വിവരങ്ങളൊക്കെ തിരക്കി. വയലിൽ നിന്ന് വന്നപ്പോ അറിഞ്ഞു ഇങ്ങനെ ഒരാളിവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടുകളയാവെന്ന് കരുതി. അല്ല, ഇനിയിപ്പോ കൃഷിക്കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നൂടെ? പ്രായമായ ആമക്കളില്ലേ? ആ കാര്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. എനിക്ക് 2 ആമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തത് കൊച്ചീർച്ച. അവൻ അമ്പലപ്പുഴ മുതലാളിയുടെ കൂടെ ഡ്രൈവറാ. ഒന്നും തരാനും വേണ്ടിയിട്ടൊന്നുമില്ല അവന്. പിന്നെ ഞാൻ കിടന്ന് പണിപ്പെട്ടാലായി. ഇനിയിപ്പോ എന്തുവാ, ഒരു പെണ്ണുള്ളതിനെ ആരെങ്കിലും കൈക്ക് പിടിച്ചിറക്കി വിടണം. മറിഞ്ഞു വീണങ്ങ് ചാകണം. എന്താ മോളെ? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അച്ഛന്റെ കഞ്ഞി അടച്ചു വെച്ചാ മതിയോ? ഞാൻ ദാ വരുന്നു, വന്നിട്ട് കിടന്നാ മതി. സുശീലയുടെ അമ്മ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചല്ല താമസം. എറിയട മോനെ. എറിയട്ടെ? എറി നോക്കട്ടെ നിന്നെ ഉന്നം. നീ ആള് മോശമല്ലല്ലോ. അതിന്റെ അച്ഛനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയിരിക്കുക? എനിക്കറിയാൻ വയ്യ. കാലത്തെ ബോട്ടും കൊണ്ട് പോയതാ. വൈകുന്നേരം ഞങ്ങൾ വരുമെന്ന് പറഞ്ഞേക്കണം. വൈലിക്കുന്നു, നീ നിന്റെ ജോലി നോ. വൈകുന്നേരത്തെ കാര്യം വൈകുന്നേരം. എടാ മോനെ, നീ പിടിക്കും. വൈകുന്നേരം ഒരു പക്ഷെ ഞങ്ങൾ അവിടെ വരും. നീ വരുന്നോടാ മോനെ? തിരിച്ചു വരുമ്പോ ഇവിടെ കൊണ്ട് വിടാം. ഇല്ല. മീൻ വറുത്തോ ഉണ്ടോടാ മോനെ? എനിക്കറിയില്ല. ഔസഫേ, വിട്ടോ വിട്ടോ.
ഇങ്ങനെ ഇരുട്ട് വെളുക്കോളം ഇരുന്ന് കുടിക്കാനൊക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇനി ഞാൻ സമ്മതിക്കത്തില്ല. അവള് പറയുന്നതിലും ഞങ്ങളെ കാര്യമുണ്ട്. അല്ലടോ അപ്പച്ച മാപ്പിളെ? ആരുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയാലോ? മതിയടാ ഞാൻ പോവാ. അച്ചായം പറയുന്ന കേട്ടാ തോന്നുമല്ല ഇവിടെ ഇരിക്കാൻ കാരണം ഞാനാണെന്ന്. വാ പോ. പതുക്കെ. എന്റെ ഭാര്യ എവിടെ? കമലാക്ഷി മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്റെ ഭാര്യ ഭാര്യ എന്റെ മോൻ വിശ്വനാഥ വിശ്വനാഥ. ഓ, തുടങ്ങി പാതിരാത്രിക്ക് മോനോടൊരു സ്നേഹം. കൊല്ലുഞ്ഞ എന്റെ മോനല്ലായ പിന്നെ ഞാൻ ആരും സ്നേഹിക്കാൻ? നീ ആരടി? ഞാൻ ആരുമല്ല. മിണ്ടിപ്പോരുത്, കൊല്ലുഞ്ഞ. നിന്റെ ചേട്ടത്തി ഉണ്ടല്ലേ, ഇതേ അട്ടേപ്പോലെ ഇതേ കിടക്കുന്നത് എന്റെ ഭാര്യ. അവള് വിചാരിച്ചിട്ട് വാജുവിനെ വരട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുള്ള അവളുടെ അനിയത്തി നീ. ഇങ്ങോട്ട് കിടക്കുന്നേ. ചുമ്മാ ഇരിയടി, എന്നെ അങ്ങനെ വരട്ടാതടി. ഞാനൊരു ചാവിട്ട് വെച്ച് തരും. എന്താടാ പള്ളിക്കൂടെ നേരത്തെ വിട്ടിരിക്കുന്നേ? ഇന്നും ഹെഡ് മാസ്റ്റർ ചത്തോ? എനിക്കറിയില്ല. ഞാൻ വരാം. എന്നാ പിടിച്ചോ. ഇനി നീ പിടിക്കോ. ഓരോന്ന് ആലോചിക്കുമ്പോ കുറച്ച് വിഷം വാങ്ങിച്ചു കഴിച്ചെല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. വാസുവിനാണെങ്കിൽ ബോധമില്ല, നിന്റെ അനിയത്തിപ്പണിനാണെങ്കിൽ മുന്നും പിന്നുമില്ല. നിന്റെ പാട് എനിക്കറിയാം കമലാക്ഷി. തലയിൽ എഴുതിയത് അനുഭവിക്കാതെ നിൽക്കൂ. നീ അങ്ങനെ സമാധാനിക്കും, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇങ്ങനൊരു തലയിലെടുത്ത് ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ. താലി കെട്ടി അന്ന് തുടങ്ങിയതാ ഈ കണ്ണീർ. അടിയും ചവിട്ടും എത്ര വേണമെങ്കിലും ഞാൻ കൊള്ളാം. സ്വന്തം അനിയത്തിയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയാല് ഞാനതെങ്ങനെ സഹിക്കു വച്ചായ? എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും? എന്നെ എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ. ഞാനും എന്റെ മോനും രണ്ട് താറാവുകളെ പോലെ അതുങ്ങളുടെ കൂടെ കഴിഞ്ഞോളാം. കരയാതെ കുഞ്ഞ്, എല്ലാത്തിനും ഒരു വഴി കാണും. എന്നായാലും വാസുവിനൊരു നല്ല ബുദ്ധി വരാതിരിക്കയില്ല. അതുവരെ നീ സമാധാനമായിരിക്കും.